രാഹുൽ ഈശ്വർ ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു? ഒരു ദൈവ വിളി ഉണ്ടായി. എന്താ? ഇനി പറ, ഞാൻ കേക്കട്ടെ. ഇന്ന് അതിജീവിതയുടെ ഈ ഹർജി, അതായത് അടച്ചിട്ട മുറിയിലുള്ള വിചാരണ വേണ്ട, തുറന്ന കോടതിയിൽ വിചാരണ നടക്കട്ടെ, എന്താണ് ഇങ്ങനെ ഒരു അസാധാരണ നീക്കം നടത്തുന്നതിന് പിന്നിലുള്ള കാരണം? താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? മഞ്ജുഷി, 3 കാര്യങ്ങൾ. വീണ്ടും നിങ്ങളോ? ആദ്യം തന്നെ അതിജീവിതയോട് അങ്ങേയറ്റം ബഹുമാനവും അതിജീവിതയുടെ ഏത് നിലപാടിനോടും ബഹുമാനവും അറിയിക്കുന്നു. പൂർണ്ണമായും വിയോജിക്കുന്നു, അത് വേറെ. അവർക്ക് എന്ത് നിലപാടെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ബഹുമാനിക്കാനും അതിനെ വിയോജിക്കുമ്പോഴും ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മോനെ എന്തോ സുഖിപ്പിക്കല്ലേട്ടാ, സുഖിപ്പിക്കണ്ടെന്ന് ഇത് പറയുന്ന അതിജീവിതയോടല്ല, അതിജീവിതയുടെ കൂടെ നിൽക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ വേദന മുതലാക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2-3 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ദയവായി ശ്രദ്ധിക്കുക. UNDESA@UN.org UNDESA@UN.org യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ജനറലിന്റെ ഇമെയിലാണ്. അതിലും കൂടെ ഒരു പരാതി അയച്ചോളൂ, നല്ലതാണ്. ചുമ്മാ UN കൂടെ അറിഞ്ഞിരിക്കട്ടെ. നേരത്തെ പറയണ്ടേ? സമ്മതിക്കണ്ടേ? അങ്ങനെ UN-ലേക്കും നമ്മുടെ വേൾഡ് കോർട്ടിലേക്കും വേൾഡ് ബാങ്കിലേക്കും IMF-ലേക്കും എല്ലാം കൂടി ഒരു പരാതി അയച്ച് അതൊരു ഒരുതരം പരിഹാസത്തിന്റെ ചുവയാണ് താങ്കളുടെ ആ വാക്കുകളിൽ കാണുന്നത്. കോടതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. കോടതിയുടെ പ്രിമൈസിൽ തന്നെ തുറന്നു പരിശോധിച്ചു എന്ന് പോലും കണ്ടെത്തിയിരുന്നു. 2020. അപ്പോൾ അതിലുള്ള ആശങ്ക അതിജീവിതയ്ക്ക് ഉണ്ടാകണോ വേണ്ടയോ, അതാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. അപ്പോൾ രാഹുലീസ് ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക് ഈ ഡിവൈസ് ഏതെങ്കിലും കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഇട്ട് ഇത് തന്നെയാണോ ഡിവൈസ് എന്ന് നോക്കിയാൽ ആ ഡിവൈസിന്റെ ഹാഷ് വാല്യൂ മാറും. പക്ഷേ ഒരു ഫയലുകളുടെ ഹാഷ് വാല്യൂ ഞാൻ മെമ്മറി കാർഡിന്റെ ചർച്ചയിലേക്ക് മിണ്ടില്ല ഞാൻ പിണക്കാം. നീതി കിട്ടാത്തതുകൊണ്ട് ഒറ്റക്കാരും. പിന്നെ താങ്കൾ പറഞ്ഞു തുറന്ന് പരിശോധിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന്. എന്തിനാണ് തുറന്ന് പരിശോധിക്കുന്നത്? ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അവരാരെങ്കിലും അവർക്ക് അനുവാദം കൊടുത്തോ? അടപ്പല്ല, ഒരെണ്ണം ഇത് തുറന്നു ചോദിക്കാൻ എവിടെങ്കിലും അടച്ചു എന്തിനു വേണ്ടി? എന്ത് പറഞ്ഞാലും അപ്പൊ തുടങ്ങും നിന്റെ വൃത്തിയായിട്ട വർത്തമാനം. എന്തിനു വേണ്ടി? അത് പറയൂ. എന്തിനു വേണ്ടി? ഉത്തരം പറയാൻ 10 സെക്കൻഡ് പോലും ഇല്ല. എന്തിനാണ് മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത്? മൊത്തം കുഴപ്പമില്ല. ആരാണ് അവർക്ക് അനുവാദം കൊടുത്തത്? അതിന്റെ മറുപടിയാണ് ഈ മെമ്മറി കാർഡ് ആണോ, താൻ എടുത്തിരിക്കുന്ന മെമ്മറി കാർഡ് ഇത് തന്നെയാണോ എന്ന് എവിടെങ്കിലും ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ആ വിവോ ഫോണിലോ ഇട്ടു നോക്കിയാൽ ഇത് തുറന്നു പരിശോധിക്കലൊന്നുമല്ല. എന്തിനാണ് അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഇട്ട് നോക്കുന്നത്? എല്ലാം ഊന്നുന്ന ദിലീപിനെയാണ്. എന്നിട്ട് അവസാനം ജുഡീഷ്യറിയെ നന്നാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് കാര്യമാണ്? നമുക്ക് നേരിട്ട് സംസാരിച്ചൂടെ? ഈ വളഞ്ഞ കുട്ടി മൂക്കി പിടിക്കുന്നത്, ഇങ്ങനെ മൂക്കി പിടിക്കുന്നത് എന്തിനാ? അത് ഇങ്ങനെ പറയാനുള്ള ധൈര്യം കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ പറയാം. ദിലീപിന് എന്തായിരുന്നു കാര്യം മെമ്മറി കാർഡ് പരിശോധിച്ച ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. അല്ല, ദിലീപ് അതിൽ പങ്കാളി അല്ല എങ്കിൽ പിന്നെ ദിലീപ് എന്തിനാണ് കോടതിയിൽ പോയത്? നമ്മൾ നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കി എന്ന് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം നടപ്പിലാക്കാൻ. ജസ്റ്റിസ് നോട്ട് ഓൺലി ബി ഡൺ but seems to be done. Hi friends, I think I am on time. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.